പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണു നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വചനമാണിത്. നീ ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ, നിൻ്റെ ജീവിതത്തിലെ വേദനകളിൽ, നിൻ്റെ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്നെ താങ്ങുവാനായിട്ട്, നിന്നെ രക്ഷിക്കുവാനായിട്ടുള്ളൊരു ദൈവം നിനക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 33 അധ്യായം 3 തിരുവചനത്തിൽ പറയുന്നത്, വിളിക്കുക, ഞാൻ ഉത്തരം അരുളുന്നു എന്ന്. കാരണം എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ട് നമ്മെ രക്ഷിക്കുവാനായിട്ട്, നമ്മെ സഹായിക്കുവാനായിട്ട് ഒരു ദൈവം നമ്മോട് കൂടിയുണ്ട്. അതിന് നാം ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 4 അധ്യായം 8 തിരുവചനത്തിൽ പറയുന്നു, അവിടത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്നോടും ചേർന്ന് നിൽക്കുമെന്ന്. നാം പലപ്പോഴും നമ്മുടെ ജീവിത വ്യഗ്രതയിൽ, നമ്മുടെ ജോലി ഭാരത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പലപ്പോഴും നാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ പറ്റുന്നില്ല. എന്നാൽ ദൈവം നിന്നോട് ഇന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന്. ബൈബിളിൽ 366 പ്രാവശ്യം പറയുന്നൊരു വചനമാണിത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ ഈ വാഗ്ദാനത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥയായിക്കോട്ടെ, നീ ഏത് ജോലി എടുക്കുന്നവളോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിലേക്ക് നീ തിരിയുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 34:5 പറയുന്നതാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല എന്ന്. ദൈവത്തെ നോക്കുന്നവർ, ദൈവത്തിൻ്റെ വഴിയെ ചരിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകില്ല. അവർ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകും. ആയതിനാൽ പ്രിയ സഹോദരി സഹോദര, ഇന്ന് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തെ ദൈവത്തിന് നേർക്ക് ക്രമപ്പെടുത്തുവാനായിട്ട്, നിന്നെ രക്ഷിക്കുന്ന ദൈവം, നിന്നെ പരിപാലിക്കുന്ന ദൈവം, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ വഴിനടത്തുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുവാനും, ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിൻ്റെ തണൽ ജീവിക്കുവാനും നിനക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ചും പത്രോസ് അപ്പോസ്തലൻ്റെ 1 ലേഖനത്തിൽ 5 അധ്യായം 6-7 തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. നിൻ്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്.